ഫലസ്തീനിലുള്ളത്, മുഅ്മിനീങ്ങളാണ് ഫലസ്തീനിലുള്ളത്. നമ്മുടെ സഹോദരങ്ങൾ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ രഹസ്യ ദുആകളിലും പ്രൈവറ്റായി ചെയ്യുന്ന ദുആകളിലും കൂട്ടുപ്രാർത്ഥനകളിലും അവരെ ഉൾപ്പെടുത്തണം. വളരെ പ്രയാസത്തിലായി നാട് വിടേണ്ട ഗതികേടിലാണ്. അതേ പ്രയാസപ്പെട്ട് എത്രയെത്ര കുഞ്ഞുങ്ങളാ കൊല്ലപ്പെട്ടത്, എത്രയെത്ര സഹോദരിമാരും ഉമ്മമാരാ സ്ത്രീകളാ കൊല്ലപ്പെട്ടത്. വെറുതെ ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെടുന്ന വ്യക്തി ഞാനെന്തിനു മരിക്കണമെന്ന് ആലോചിച്ചാൽ മറുപടി ഇല്ലാത്ത വിധം കൊല ചെയ്യപ്പെടുന്ന ഫലസ്തീൻ, അല്ലാഹുവേ നീ അവർക്ക് സമാധാനം നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം അവരിലേക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാന്. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് അവരിലേക്ക് നീ തിരിക്കണേ അല്ലാ. അവരെ നീ എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തി പ്രയാസപ്പെടുത്തുന്ന യുദ്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കലാപങ്ങളിൽ നിന്ന് ഈ ലോക ജനതയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ലോകത്ത് മുഴുവനും സമാധാനം നീ നൽകണം റഹ്മാന്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ പ്രയാസങ്ങൾ വരും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നാം ഇന്നിവിടെ വലിയ സന്തോഷത്തിൽ മീലാദ് പരിപാടിയിലാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല. ഏത് രാജ്യത്തിന്റെ ഏത് ശത്രുക്കളുടെ ബോംബും മിസൈലും ഇവിടെ വന്ന് വീഴുമെന്നറിയില്ല. ഇസ്രായേലിന്റെ വരവെപ്പയാണെന്ന് നമുക്കറിയില്ല. പടച്ച റബ്ബ് ഭൂമി കുലുക്കുമോ സുനാമി വരുത്തുമോ എന്ന് നമുക്കറിയില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും. അള്ളാഹു പറഞ്ഞതാണ്, പേടികൊണ്ടും വിശപ്പ് കൊണ്ടും അതുപോലെ സമ്പത്തുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ നശിച്ചുകൊണ്ട് നിങ്ങളുടെ എണ്ണങ്ങൾ ചുരുങ്ങുന്നത് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നിട്ടല്ല പറഞ്ഞത് വബശ്ശിരിസ് സാബിരീൻ. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരോ അവർക്ക് സന്തോഷമുണ്ടെന്നല്ല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വിഷയം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ പ്രയാസം വരുമ്പോ, നമുക്ക് ദിവസവും ദുആ ചെയ്യുമ്പോ, ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുമ്പോ നമുക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നില്ലെന്ന് ചിന്തയുള്ളവരുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നത് വലിയ പോയത്തമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. യൂശികുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ ലകലതു ഇലാ ഖസതിയാ. പ്ലേറ്റിലേക്ക് കൈകൾ നീളും പോലെ, ഭക്ഷണമുള്ള സുപ്രയിലേക്ക് കൈകൾ നീളും പോലെ എന്റെ ഉമ്മത്തിന് കൊത്തിവലിക്കുന്നൊരു നാള് വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും അക്രമങ്ങൾ വരും. നാം ഒറ്റപ്പെടും. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് സഹായിക്കാൻ. ഒരാളുടെയും സഹായമെത്താതെ പ്രയാസപ്പെടുത്തും ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ, ഫലസ്തീനിലെ മനുഷ്യന്മാര്. അവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളുണ്ടല്ലോ, മറ്റുള്ള മതക്കാരുണ്ടല്ലോ. എല്ലാവരും വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞപ്പോ അവിടെ വെച്ച് സഹാബത്ത് ചോദിക്കുന്ന അത്ഭുതത്തോടെ, വമിൻ ഖില്ലത്തിൻ നഹനു യൗമഇദിൻ. അന്ന് നമ്മൾ അംഗബലം കുറവാവുമോ? ആളെണ്ണം കുറവായതുകൊണ്ടാണോ മറ്റുള്ളവരെല്ലാം നമ്മ കൊത്തിവലിക്കുന്നത്, നമ്മ ആക്രമിക്കുന്നത്, പ്രതിരോധിക്കാൻ കഴിയാത്തത്? ഇത് സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു. അവർക്ക് ചോദിക്കാം, കാരണം എണ്ണം കുറവായിട്ടും ബദരീങ്ങളിൽ ബദറിൽ നിന്ന് സഹായം ലഭിച്ചവരാണ് അവർ. അവര് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അൻതും യൗമഇദിൻ കസീർ. നിങ്ങൾ എണ്ണത്തിൽ വളരെ വലിയ വലുതാണ്, ധാരാളം അംഗബലമുള്ളവരാണ്. പേര് മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ പേരിൽ ജീവിക്കുന്നവർ ധാരാളമുണ്ടാകും. പക്ഷേ വലകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ. നിങ്ങൾ ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കച്ചറകളെ പോലെയാണ്.
അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള പേടിയും ബഹുമാനവും മറ്റുള്ളവരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയുകയും ഈ സമയത്ത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ മനസ്സുകളിൽ അല്ലാഹു വഹ്ന് കൊണ്ട് നിറക്കും, മറ്റുള്ളവരുടെ മനസ്സുകളിൽ നിന്ന് മഹാബത്ത് ഒഴിവാക്കും. ആ സമയത്ത് മുത്തുനബി പറഞ്ഞു, വഹ്ന് എന്ന് പറഞ്ഞാൽ നാം ഒക്കെ ഇപ്പൊ അനുഭവിക്കുന്ന പ്രയാസമാണ്. ഹുബ്ബുദ്ദുന്യാ, ദുന്യാവിനോടുള്ള പ്രേമമാണ്, ദുന്യാവിനോടുള്ള സ്നേഹമാണ്. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുത്ത് ജീവിക്കലാണ്. മരിക്കുമെന്ന ബോധമില്ലാതെ ദുന്യാവ് സമ്പാദിക്കണമെന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ നിങ്ങളെ കൊത്തിവലിക്കാൻ ആളുകളുണ്ടാകുമെന്ന് കാലക്കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ വാചകമോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ചിന്തയോടെ, മരണമെന്നുള്ള ബോധത്തോടെ അമാലുകളൊക്കെ നന്നാക്കി, സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി, സ്വലാത്തുകൾ ധാരാളം ചൊല്ലി, മദ്ഹിന്റെ പരിപാടികളിൽ സംബന്ധിച്ച്, നിസ്കാരങ്ങൾ ഒരിക്കലും ഖളാ ആക്കാതെ, ഔറത്തുകൾ മറക്കുന്നതില്ലായ്മ ചെയ്യാതെ, അന്യ സ്ത്രീ പുരുഷന്മാരിടചേരുന്ന ഇടകലർന്ന ജീവിതങ്ങളും കല്യാണങ്ങളും ഒഴിവാക്കി അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ട, അവിടുന്ന് പൊരുത്തപ്പെടുന്ന, അവിടുത്തെ ശരീഅത്ത് പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് എന്ന് സാധിക്കുമോ അന്ന് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്രയാസങ്ങൾ നമുക്കും വരും. നാം ചിന്തിക്കുന്നത് അത് അവിടെ പലസ്തീനിലല്ലേ, അല്ലെങ്കിൽ അതവിടെ വേറെ സ്ഥലത്തല്ലേ. നാളെ നമുക്കും വരുന്ന ഗതികേടാ മുത്തുനബി പറഞ്ഞത്. അള്ളാഹുവേ, നീ ഞങ്ങളെ എല്ലാ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കേൾക്കുകയും അവിടുത്തെ ചരിത്രങ്ങൾ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാമൊക്കെ ശ്രമിക്കണം. അതിന്റെ